عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. نبيت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഞാനും നിങ്ങളും നിലകൊള്ളുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആർഭാടങ്ങളോ ഒച്ചപ്പാടോ പടക്കങ്ങളോ ഇല്ലാതെ മുസ്ലിം ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുക. ഇസ്ലാമിക കലണ്ടർ പ്രകാരം 1448 പ്രവേശിച്ച് ഇന്ന് 3-ാം ദിവസമാണ്. ഈ വർഷത്തെ ആദ്യത്തെ ജുമാ ദിവസമാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ലോകം മുഴുവനും ഫുട്ബോൾ ആവേശത്തിലാണ്. കുട്ടികളോ യുവാക്കളോ മുതിർന്നവരോ എന്ന വ്യത്യാസമില്ലാതെ കളിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും വിജയ പരാജയങ്ങൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഇസ്ലാം വളരെ സൗന്ദര്യമുള്ള മതമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഫുൾ ടൈം പള്ളിയിൽ ഇരിക്കണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല. എപ്പോഴും കരഞ്ഞിരിക്കണമെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ല. ഇസ്ലാം മനുഷ്യ സ്വഭാവത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും വളരെ പരിധി നിശ്ചയിച്ചുകൊണ്ട് ജീവിക്കാനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാം കളിക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരം നടത്തിയതും സഹാബ കിറാം കായിക വിദ്യ പഠിച്ചതും അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളെ വിലയിരുത്തുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. പറഞ്ഞു വന്നത്, കളി ഒരിക്കലും ഇസ്ലാമിനെതിരല്ല. കളിക്കാം, കളി കാണാം, പക്ഷേ ചില നിബന്ധനകൾക്ക് അതീതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കളി വല്ലാത്ത ലഹരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് കളിക്കാം, ഒരു ടീമിനെ പിന്തുണക്കാം, കളിക്കാരനെ സ്നേഹിക്കാം, കളിയെക്കുറിച്ച് ചർച്ച ചെയ്യാം, പക്ഷെ ഒന്ന് വളരെ ഗൗരവത്തിലെടുക്കണം. ഈ കളി കാരണം, ഈ കളി ചർച്ച ചെയ്യുന്നത് കാരണം ഇന്നത്തെ ഖുത്ബയിലും നിസ്കാരത്തിലും നിങ്ങൾ കേട്ടതുപോലെ നിങ്ങളുടെ കളി, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മറ്റു ദുനിയാവിന്റെ വസ്തുക്കൾ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഈ കളി കാരണം നമ്മുടെ രക്ഷിതാവിനെ മറന്ന ഒരവസ്ഥ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ റബ്ബ് എന്ന സ്മരണയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ആവരുത്. അതുകൊണ്ട് റബ്ബ് എന്ന ചിന്ത, അള്ളാഹുവിനേക്കാൾ കളിക്ക് നമ്മൾ പ്രാധാന്യം നൽകരുത്. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ് 5 വക്ത് നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കുക എന്നത്. കളി കാരണം ഒരു വക്ത് നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകരുത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാ വത്തബഉ ശഹവാത് വസൗഫ യൽഖൗന ഗയ്യ. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വർത്തമാന സാഹചര്യത്തിൽ പലപ്പോഴും നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അത് കളിയായാലും കാര്യമായാലും, ഫർദ് നിസ്കാരം വിട്ടുകൊണ്ട് തന്റെ ജോലിയാണെങ്കിലും ഏത് തിരക്കാണെങ്കിലും നിസ്കാരം വിട്ടിട്ട് ഒരു കളി നമുക്ക് പാടില്ല. പലപ്പോഴും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കല്യാണങ്ങളോ സൽക്കാരങ്ങളോ എന്ത് നന്മയുണ്ടെങ്കിൽ പോലും നിസ്കാരം പാഴാക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ടൈമിനനുസരിച്ച് നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നത് ഇത് പാടില്ല. നമ്മുടെ ശരീരത്തെ ഇച്ഛയോട് അടിമപ്പെട്ടുകൊണ്ട് നിസ്കാരം പിന്തിക്കരുത്. പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, സമയബന്ധിതമായി നിസ്കരിക്കാത്തവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ചില സുന്നത്തിന് വേണ്ടി ഫർദിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അത് കളി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന പല കാര്യങ്ങളിലും നിസ്കാരം അത് കളായാൽ പ്രശ്നമില്ല എന്ന ധാരണ നമുക്ക് വീഴ്ത്തിയാൽ മതി. ശ്രദ്ധിക്കുക, ഒരിക്കലും അത് ശരിയല്ല.
വൈലുൽ ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്കാണ് വൈൽ എന്ന നരകം അല്ലെങ്കിൽ വൈൽ എന്ന അഗാധമായ ശിക്ഷ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ, അവർ നിസ്കാരത്തിൽ സമയത്തിൽ കൃത്യമായി നിർവഹിക്കാത്തവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കളിയോ മറ്റോ കണ്ട് നമ്മൾ ലയിക്കുന്നതിന് നിസ്കാരത്തെ മറന്നുപോകരുത്. രാത്രി നമ്മൾ കണി കാണാം, പക്ഷേ സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എഴുതുമ്പോ ഒരു അത്ഭുതകരമായ സംഭവം ഇങ്ങനെ വായിക്കാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ പ്രമുഖനായ ഒരു സ്വഹാബിയുടെ ഉമ്മയെ കാണാനിടയായി. ചോദിച്ചു, ഇന്ന് സുബ്ഹിൽ അങ്ങയുടെ മകൻ ഉസ്മാൻ എന്ന് പേരുള്ള ഒരു സ്വഹാബിയാണ്, കണ്ടില്ലല്ലോ? ആ ഉമ്മ മറുപടി പറഞ്ഞു, അവൻ രാത്രി ദീർഘനേരം സുന്നത്ത് നിസ്കരിച്ചത് കാരണം ഉറങ്ങിപ്പോയി. ശ്രദ്ധിക്കണേ, കളി കണ്ടിട്ടല്ല, കളിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടല്ല, ബിസിനസിന്റെ തിരക്കിലല്ല, കല്യാണ തിരക്കിലല്ല, മറ്റു തിരക്കിലല്ല, രാത്രി മുഴുവൻ സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പൊ പറഞ്ഞു, സുന്നത്ത് കാരണം ആ രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കലാണെന്ന് ഉമറുൽ ഫാറൂഖ്. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അതുകൊണ്ട് ദുനിയാവിന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആഖിറത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത് താൽക്കാലികമാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ കളിയും വിനോദങ്ങളും തമാശയും മറ്റു ഉപകരണമാണ്. പക്ഷേ അതാണ് യഥാർത്ഥ ജീവിതം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സമയം വളരെ പ്രധാനമാണ്. അനാവശ്യമായിട്ട് കളി കണ്ടിരിക്കുമ്പോ പടച്ചതമ്പുരാന്റെ ഭവനത്തിൽ നിന്ന് ഹയ്യാല സ്വലാ എന്ന വിളി കേൾക്കുമ്പോ വിശ്വാസി ആ കളിക്കളത്തിൽ നിന്ന്, സ്ക്രീനിന്റെ മുമ്പിൽ നിന്ന്, മൊബൈലിൽ നിന്ന് ഓഫാക്കി നിസ്കാരത്തിലേക്ക് വരാനുള്ള ഒരു മാനസിക സന്നദ്ധയുണ്ടെങ്കിൽ കളിക്കാം, കളി കാണാം, ടീമിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം, എന്തും ചെയ്യാം. പക്ഷെ അല്ലാഹ് എന്ന ചിന്ത നിസ്കാരത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സുബ്ഹിന്റെ ഒരു 5 മിനിറ്റ് പള്ളിയിലേക്ക് വരാൻ നമുക്ക് സമയമില്ല. 3 മണിക്കോ 4 മണിക്കോ കളി ഉണ്ടാകുമ്പോ അലാറം വെച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് കളി കാണുന്നെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത ഈ സമയത്തെ കുറിച്ച്, രണ്ട് അനുഗ്രഹം ഉപയോഗിക്കുന്ന വിഷയത്തിൽ മനുഷ്യർ വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. ഇത് അല്ലാഹു ചോദിക്കും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പാദകാലുകൾക്ക് ചലനമില്ല. ആയുസ് എന്ത് ചെയ്തു, സമയം എന്ത് ചെയ്തു, യൗവനം എന്ത് ചെയ്തു, നമ്മുടെ സമ്പത്ത് എന്ത് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട്, അല്ലാഹുവിനെ മറന്നിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വ്യത്യസ്തമായ ടീമിനെ പിന്തുണക്കുന്നവരാവാം, സപ്പോസ് ആവാം. പക്ഷേ പരസ്പരം ബന്ധങ്ങൾ തകർക്കുന്ന വൈരാഗ്യങ്ങൾ കുടുംബത്തിൽ ഒരുപക്ഷെ 2 കളി ടീമുകൾ ഉണ്ടാകാം. പരസ്പരം വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ടീമുകൾ ഒരുപക്ഷെ സ്വാഭാവികമാണല്ലോ, മനുഷ്യരാണ്. പക്ഷെ അതുകൊണ്ട് ബന്ധങ്ങൾക്ക് തകരാറ് സംഭവിക്കരുത്, പരസ്പരം കലഹത്തിനിടയാവരുത്. ശൈത്താൻ ഇതിനു വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കും. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അനാവശ്യ, പ്രത്യേകിച്ച് ഒരു കളിക്കാരെ ഒരു ടീം ജയിച്ചാൽ പലതും നമ്മൾ ചൂതാട്ടത്തിന്റെ പിന്നാലെ ഓഫർ ചെയ്യുന്നു, ഞാൻ മൊട്ടടിക്കും, ഇതുപോലത്തെ പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇത് പാടില്ല, ഒരു മുസ്ലിം യോജിച്ചതല്ല. ഇതിലൂടെ പരസ്പരം ശത്രുതയുണ്ടാകുന്നു. നന്മയിൽ നിന്ന്, റബ്ബിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അരുത്. ഇതൊക്കെ താൽക്കാലികമാണ്. ഒരു ടീം ജയിക്കും, മറ്റൊരു ടീം തോക്കും, അടുത്ത വർഷം പിന്നീട് ജയിക്കും. അതുകൊണ്ട് ഒരു മുസ്ലിം ഇത്തരത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ ഈമാൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്ത് ദുർവ്യായം ചെയ്യരുത്. ഭീമമായ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും കേസുകളും ഒക്കെ വാങ്ങി നമ്മുടെ നാട്ടിൽ ഇതാ കിഡ്നി 2 തകരായ ഒരു പാവപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ അനാവശ്യമായ ഭീമമായ ഫ്ലെക്സുകൾ അല്ലെങ്കിൽ ബിംബം പോലത്തെ കട്ടൗട്ടുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു നിമിഷം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, ദുർവ്യായം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദഹിക്കണമെന്നില്ല, പക്ഷെ എന്റെ ഉത്തരവാദിത്തമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് ഇവിടെ സ്ഥിരമായി നിസ്കരിക്കുന്ന സുഹൃത്തിനോട് ചോദിച്ചു, സുബിക്ക് പള്ളി കണ്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചിരിച്ച്, അർജന്റീനന്റെ കളി കണ്ടിട്ട് ഉറങ്ങിപ്പോയി. ഇതാണ് അവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത്. എന്തുമാവാം, പക്ഷേ ആഖിറത്തെ മറന്നുകൊണ്ടുള്ള ഒന്നും നമുക്ക് ഭൂഷണമല്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. എല്ലാം ആവാം, പക്ഷേ വിദഗ്ധം, റബ്ബിനെ മറക്കുന്ന, നിസ്കാരം വിട്ടുപോകുന്ന, സമയത്ത് ഓവറായിക്കുന്ന, സമ്പത്തിനെ ദുർവ്യായം ചെയ്യുന്ന ഒരു കളികളും നമ്മൾ ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം പറയുന്നത് ജീവിതം ഉപേക്ഷിക്കൂ എന്നല്ല, മറിച്ച് ജീവിതം സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി മറ്റൊരു കാര്യം, ഓപ്പറേഷൻ തൂഫാൻ എന്ന വളരെ മനോഹരമായ ഗവൺമെന്റ് ഇപ്പോൾ സംസ്ഥാനത്ത് ലഹരിക്കെതിരായ ശക്തമായ നടപടികൾ നടക്കുകയാണ്. ഇത് സമൂഹം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കൾ, നമുക്ക് ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളിൽ നിന്ന് ജാഗ്രതയോടെ നമ്മുടെ കൂട്ടത്തെ, കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ ഈ ലഹരി മാഫിയകൾക്കെതിരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ഇന്ന് കളിക്കളത്തിൽ ഒരു വിഭാഗം ഗോളടിക്കുമ്പോ മറ്റൊരു വിഭാഗം ലഹരിയുടെ കെണിയിൽ വീണ് സ്വന്തം ജീവിതത്തിന്റെ തന്നെ ഓൺ ഗോൾ അടിക്കുകയാണ്. ഇതാവരുത്. ലഹരി കളി ഒരു വ്യക്തിയെ തിന്നുന്നെങ്കിൽ ലഹരി ജീവിതം, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ താക്കീതായി പറയുന്നു, ലഹരി ഉപയോഗം ലഹരി എന്ന് പറയുന്നത് അത് ഏത് പേരിലാണെങ്കിലും, എംഡിഎമായെങ്കിലും പല പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഏറ്റവും വലിയ നാശമാണ്, ഒരു തിന്മയുടെ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് ദീനിന് വേണ്ടിയാവണം. ഇതിനെതിരെ ഉസ്താദ് ബന്ധു പറഞ്ഞ് അത് മുമ്പിൽ പറഞ്ഞോട്ടെ എന്നതിനപ്പുറം ഈ പ്രസംഗം റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. ഇത് തള്ളിക്കളയേണ്ടതല്ല. ഈ പ്രസംഗം റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. ജൂൺ 20 വെള്ളിയാഴ്ച വിശുദ്ധമായ മുഹറമിന്റെ ആദ്യത്തെ ജുമയിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ദീൻ മറന്നുകൊണ്ട് ഏർപ്പെടരുത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. അനാവശ്യമായി സമ്പത്ത് ദുർത്തടിക്കരുത് എന്ന് സ്നേഹഭാഷയിൽ പറയുമ്പോ ഇതിനെ തിരസ്കരിച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങൾ ഉത്ബോധനത്തെ തിരിഞ്ഞു കളഞ്ഞാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വരും. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ദുനിയാവിൽ നല്ല കാഴ്ച ശക്തിയുള്ള, കേൾവി ശക്തിയുള്ള, കാണാൻ നല്ല കഴിവുള്ള ആൾ കുരുടനായിട്ട് റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ അത്ഭുതത്തോടെ ചോദിക്കുമത്രേ, പഠിച്ചോനെ എനിക്ക് കാഴ്ചയുള്ള ആളാണ്, ഞാൻ വളരെ നന്നായി കാണുന്ന ആളാ, എന്തിനാണ് എന്നെ കുരുടനാക്കിയത്? അള്ളാഹു ചോദിക്കുമത്രേ, അന്ന് ഇതുപോലെ ഒരാൾ ഖുർആൻ ഓതിയിട്ട് നിന്നോട് പ്രസംഗിച്ചില്ലയോ? എന്റെ ആയത്ത് വന്ന് പ്രസംഗിച്ചപ്പോ നീ അത് ഓർമ്മയും ചെയ്തു, നീ മറന്നു. അതേപോലെ ഇന്ന് നിന്നെ മറക്കും, നിന്നെ അവസാന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് കളി കാര്യമാക്കാതെ, കളിയായി കാണുക. കാര്യം റബ്ബിന്റെ അടുക്കലുള്ള വിജയമാണ്. ഏറ്റവും നല്ല ബുദ്ധിമാൻ, ഏറ്റവും നല്ല വിജയി നാളത്തെ ജീവിതത്തെ ഓർത്ത് ജീവിതം കൺട്രോൾ ചെയ്യുന്നവരാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.